ദൈവനാമത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ദൈവവചനം പഠിക്കുവാൻ ദൈവം നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ആസിയയിലെ 7 സഭകൾക്കുള്ള കത്തുകളെ ആസ്പദമാക്കിയുള്ള ചിന്തയിൽ അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന, അതായത് 7ാമത്തെ സഭയാണ് ലവോദിക്ക സഭ. അതാണല്ലോ നമ്മുടെ തുടർന്നുള്ള ചിന്താവിഷയം. അത് 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കുന്നു. വെളിപ്പാട് 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഈ ലവോദിക്ക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, ലാവോസ് എന്ന് പറയുന്നത് മനുഷ്യർ, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. വേറൊരു സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ ലവോദിക്ക എന്ന് പറഞ്ഞാൽ ഇൻഡിഫറന്റ് പീപ്പിൾ എന്നാണ്. ഇൻഡിഫറന്റ് പീപ്പിൾ, ഡിഫറന്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇൻഡിഫറന്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇൻഡിഫറന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഉദാസീനമായ, പ്രത്യേക താല്പര്യമില്ലാത്ത എന്നൊക്കെയാണ്. അങ്ങനെയൊരു പേരാണ് ഇവിടെയുള്ള സഭയുടെ പേരിന്റെ അർത്ഥം. ഉദാസീനമായ, പ്രത്യേക താല്പര്യമില്ലാത്ത മനുഷ്യർ. അതാണ് ലവോദിക്ക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഈ സഭയുടെ പ്രാരംഭത്തെക്കുറിച്ച് 2-3 വാക്കുകൾ നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ആസിയ. അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 9-ഉം 10-ഉം വാക്യം. മുമ്പാകെ ഈ മാർഗത്തിൽ ദർശിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. കൊളൊന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു വന്നു. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കുവാനിടയായി. 2 വർഷം തുടർച്ചയായിട്ട് താൻ ചെയ്ത ശുശ്രൂഷ മുഖാന്തരം ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരെ, യവനന്മാരെല്ലാം വചനം കേൾപ്പാൻ സഹായമായി എന്ന് താൻ അവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വചനം കേട്ടവരുടെ മുഖാന്തരമാണ് ഇവിടെ ഒരു സഭയുണ്ടായത്. നമ്മുടെ പഠനം ആസിയയിലെ 7 സഭകളാണല്ലോ, അതൊരു കാരണം. ഇനി കൊലോസ്യ ലേഖനം വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 7-ഉം 8-ഉം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 verses 7 and 8. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. അപ്പോ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പഫ്രാസാണ് കൊലോസ്യയിലെ സഭയുടെ സ്ഥാപനത്തിന് കാരണക്കാരൻ എന്ന് ന്യായമായിട്ട് ഊഹിക്കാം. ഒരു വാക്കോട് വായിക്കാം. 4-ാമത്തെ അധ്യായം 12-ാം വാക്യം. കൊലോസ്യ ലേഖനം 4:12. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അടുത്ത വാക്യം. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. അപ്പോൾ ഈ എപ്പഫ്രാസ് മുഖാന്തരമാണ് ഈ 3 സഭകളും ഉണ്ടായതെന്ന് ന്യായമായിട്ട് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. അതായത് കൊലോസ്യയിലെ, ഹീരപ്പൊലിയിലെ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ലവോദിക്കയിലെ, ഈ 3 സ്ഥലത്തെ സഭകൾക്ക് കാരണക്കാരൻ എപ്പഫ്രാസ് ആണ് എന്ന് ന്യായമായി ചിന്തിക്കുന്നു. അത് വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല എങ്കിൽ പോലും അത് നമ്മൾ പ്രാരംഭമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ തുടർന്നുള്ള വാക്യങ്ങൾ വായി ചിന്തിക്കേണ്ടതിന് ഈ ലവോദിക്ക ദേശത്തെക്കുറിച്ചും ഉള്ള ചില ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പശ്ചാത്തലം ചിന്തിക്കുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിക്കുന്ന കാര്യങ്ങളല്ല, ചരിത്ര പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ലവോദിക്കയെക്കുറിച്ച്. അത് വളരെ അത്യാവശ്യമായിട്ടും അറിയേണ്ട കാര്യമായതുകൊണ്ട് ഞാനൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, അറിയപ്പെടുന്ന ഒരു ബാങ്കിംഗ് കേന്ദ്രമാണ് ഈ ലവോദിക്ക.
അറിയപ്പെടുന്ന ഒരു ബാങ്കിംഗ് കേന്ദ്രം. ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്പന്ന പട്ടണമാണ് ലവോദിക്ക. അത് വളരെ തെളിവുകളായി പറഞ്ഞിട്ടുണ്ട്. ചില രാജാക്കന്മാരെ അതുവഴി പോകുമ്പോൾ അവിടുത്തെ ബാങ്കിലാണ് അവരുടെ ട്രാൻസാക്ഷൻ നടന്നിരുന്നെന്ന് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 61 ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ഈ ദേശം മുഴുവനും തകർന്നു പോയതാണ്. ഈ ലവോദിക്ക ദേശം മുഴുവനും ഒറ്റ വർഷം കൊണ്ട് അവരതിനെ വീണ്ടും പണിതുയർത്തി, മറ്റാരുടെയും സഹായമില്ലാതെ. നമുക്കറിയാം, സാധാരണ ഒരു ഭൂകമ്പം ഉണ്ടായാൽ വലിയ നഷ്ടമുണ്ടാകും. മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടെ മാത്രമേ അത് ഒന്ന് നേരെയാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആരുടെ സഹായമില്ലാതെ ഒരു വർഷം കൊണ്ട് അവരുടെ പട്ടണം അവർ പണിതുയർത്തിയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, ആട് വളർത്തൽ അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അത് അവരുടെ പ്രത്യേകമായ ജോലിയായിരുന്നു. അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കമ്പിളി വസ്ത്രം ഉണ്ടാക്കുന്ന വലിയ കമ്പനികളുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കറുത്ത കമ്പിളി, കരിമ്പടം എന്നാണ് അതിനറിയപ്പെടുന്നത്. നാലാമത്തെ കാര്യം, ഇതൊരു മെഡിക്കൽ സെന്ററായിരുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കുന്ന ഒരു ദേശമായിരുന്നു. അതിൽ പ്രത്യേകിച്ച് കണ്ണ് രോഗ വിദഗ്ധന്മാരുണ്ടായിരുന്നു, ചികിത്സയുണ്ടായിരുന്നു. കണ്ണിന്റെ രോഗത്തിനുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളും അവിടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള കാര്യം വളരെ രസകരമായിരിക്കുന്ന കാര്യമാണ്. ഹീരപ്പൊലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചൂട് ഉറവ, ഹോട്ട് സ്പ്രിംഗ് ഉണ്ടായിരുന്നു. കൊലോസിയയിൽ ഒരു തണുത്ത ഉറവയുണ്ടായിരുന്നു, കോൾഡ് സ്പ്രിംഗ്. ഇത് രണ്ടും കൂടെ രണ്ട് സ്ഥലത്തുനിന്നും ഒഴുകി വന്നിട്ട് ചേരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഈ സ്ഥലമായ ലവോദിക്ക. ചൂടുവെള്ളം ഒരിടത്തുനിന്ന് വരും, തണുത്ത വെള്ളം വേറൊരിടത്തുനിന്ന് വരും. ഇതൊന്നിച്ച് ഒരു ജലസംഭരണിയായിട്ട് അവർ ശേഖരിച്ചു വെച്ചിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുമായിരുന്നു കൃഷികൾക്ക് വേണ്ടി. അങ്ങനെ ആ കാര്യത്തിലും അവർ പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഓർത്തിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച പഠിക്കുമ്പോൾ, ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സഹായകരമായി തീരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കിനി ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ കർത്താവിനെ താൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് വിശ്വസ്തനും സത്യവാനുമായവൻ എന്നാണ്. ഇത് രണ്ട് സ്വഭാവ ഗുണവിശേഷങ്ങൾ ദൈവത്തിനുള്ളതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ദൈവമാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. മറ്റ് പല സ്വഭാവ ഗുണവിശേഷങ്ങളുമുണ്ട്. ദൈവം നിശ്ചയമായിട്ടും വിശ്വസ്തനായിരിക്കണം. ദൈവം സത്യവാനും. ഇപ്പം നമ്മൾ സാധാരണ ദൈവം വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതകരമായിട്ട് അതൊക്കെ പറയാനുള്ളത്. അങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. ദൈവമാണെങ്കിൽ വിശ്വസ്തരായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ വേറെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടെ ഗൗരവം ചിന്തിക്കുന്നുണ്ട്. ഇതിൽ ഏതെല്ലാം കാര്യത്തിലാണ് കർത്താവ് യേശു വിശ്വസ്തനായിരുന്നതെന്ന് രണ്ട് കാര്യം നമുക്ക് നോക്കാം. എബ്രായലേഖനം 3-ാമത്തെ അധ്യായം, അവിടെ മോശയോട് ചേർത്താണ് ഒരു വാക്ക് പറഞ്ഞേക്കുന്നത്. ഹെബ്രൂസ് ചാപ്റ്റർ 3:2. എബ്രായലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. മോശ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയതിൽ വിശ്വസ്തനായിരുന്നു. പറഞ്ഞാൽ യേശു എന്ന സമ്പൂർണ്ണ മനുഷ്യനെ പിതാവും ദൈവമാണല്ലോ ഭൂമിയിൽ അയക്കുന്നത് ശുശ്രൂഷയ്ക്കായിട്ട്. മോശ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ആ ദൈവഭവനത്തിൽ അവൻ വിശ്വസ്തമായി ചെയ്തു. അതേത് കാര്യമാകട്ടെ, സമാഗമന കൂടാരമാകട്ടെ, ന്യായപൂർണ്ണ കാര്യമാകട്ടെ, യാഗത്തിന്റെ കാര്യമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, ഏത് കാര്യമാകട്ടെ, താൻ വളരെ വിശ്വസ്തമായി ചെയ്തു. എന്നിട്ട് പറയുക, അതുപോലെ യേശു. ഞാൻ പലപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. യേശുവിനെ ഇവിടെ താരതമ്യപ്പെടുന്ന ആരോടാ? മോശയോടാ. അത്ര വിശ്വസ്തനായിരുന്നു മോശ. എന്നിട്ട് പറയുന്നു യേശു അങ്ങനെ തന്നെ നിയമിച്ചാക്കിയവനെ എന്ന് പറഞ്ഞാൽ ദിവ്യ പദ്ധതികൾ, ദൈവത്തിന്റെ പദ്ധതികൾ, പിതാവിന്റെ പദ്ധതികൾ, സ്വർഗത്തിന്റെ പദ്ധതികൾ ഭൂമിയിൽ വിശ്വസ്തമായി നിറവേറ്റിയ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് വിശ്വസ്തനെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രായോഗിക കാര്യം ഒത്തിരി പറയാനുണ്ട്. 1-2 വാക്കോട് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. നമ്മൾ സാധാരണയായിട്ട് തെറ്റായിട്ട് ചിന്തിക്കുന്നതും പറയുന്നതും സാക്ഷ്യം പറയുമ്പോൾ പ്രത്യേകിച്ച് സഹോദരിമാർ പറയുന്ന വാക്ക് നമ്മൾ വായിക്കാൻ പോകുന്നത് 2 തിമോത്തിയോസ് 2:13. അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു,
ഇത് വലിയ അത്ഭുതമായിട്ടാണ് പലരും പറയുന്നത്. സാക്ഷ്യം പറയുന്നത് എന്തുവാ? ഞാൻ കഴിഞ്ഞ നാളുകളൊക്കെ അവിശ്വസനമായി കഴിഞ്ഞിട്ട് കർത്താവ് ഏത് കാര്യത്തിനാണ്? 11-12 വാക്യം വായിച്ചേ. 11-12 വാക്യം. മരിച്ചെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നതിൽ കൂടെ വാഴും. ആഹാ, നാം തള്ളിപ്പറഞ്ഞാൽ അവൻ നമ്മെ തള്ളിപ്പറയും. അവൻ വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തത കാണിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലാ? അവനെ തള്ളിപ്പറയുന്ന കാര്യത്തിൽ നമ്മൾ അവിശ്വസ്തരാ. ചില സമയങ്ങളിൽ നമ്മുടെ സ്വഭാവം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോഭാവം കൊണ്ടോ ഇടപാട് കൊണ്ടോ കർത്താവിനെ തള്ളി പറഞ്ഞു എന്ന് വരാം. ഡയറക്റ്റ് പറയത്തില്ല, ഞാൻ കർത്താവിനെ അറിയുന്നില്ല, എനിക്ക് വേണ്ടെന്നാലും പറയത്തില്ല. ഒരു പക്ഷേ നമ്മുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ വന്നു എന്ന് വരാം. അപ്പോഴും അവനാരാ? ഏത് കാര്യത്തിലാ? അവനെ തള്ളിപ്പറഞ്ഞാൽ നമ്മളെ തള്ളിപ്പറയാൻ അവൻ, അതാ എന്റെ അർത്ഥം. പാവം പോട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്ന വിളിച്ച് താൻ അങ്ങനെ നമ്മളെ വെറുതെ പെടത്തില്ല. നാം കർത്താവിനെ വേദനിപ്പിച്ചാൽ അവൻ നമ്മളെ വേദനിപ്പിക്കും. നാം തെറ്റിയത് നമ്മെ ശുദ്ധീകരിക്കും. നമ്മെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ വിശ്വസനെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ പോയി സാവകാശം വായിച്ചു നോക്കും. ഞാൻ അവിശ്വസനായിരുന്നാലും അവൻ വിശ്വസനായിരുന്നു പറഞ്ഞിരുന്നിടത്ത് ഒരർത്ഥവുമില്ല. നമ്മുടെ അവിശ്വസതയോടെ ശക്തമായിട്ട് ഇടപെടുവാൻ അവൻ വിശ്വസ്തനാണെന്നാണ് പറഞ്ഞതിന്റെ ആശയം. മനസ്സിലായല്ലോ? അവൻ വിശ്വസ്തനാണ്. സ്വർഗീയ കാര്യങ്ങൾ ഭൂമിയിൽ നടപ്പാക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഭൂമിയിലെ വിശ്വാസികൾ അയോഗ്യമായ കാര്യങ്ങൾ ചെയ്താൽ ശക്തമായിട്ട് ഇടപെടുവാനും അവൻ വിശ്വസ്തനാണ്. നമ്മൾ ആ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. ആ ദൈവത്തെ ഭയപ്പെടേണ്ടത്. ഇനി അടുത്തത്, അവൻ വിശ്വസ്തനും സത്യവാനുമാണ്. വിശ്വസ്തനും സത്യവാനുമാണ്. സത്യവാൻ എന്ന് പറഞ്ഞാൽ ആ വാക്യം വായിക്കാം. യോഹന്നാൻ 18-ാം അധ്യായം. തന്നെ പിടിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യത്തിന് താൻ പറയുന്ന മറുപടിയാണ് യോഹന്നാൻ 18:37. ജോൺ ചാപ്റ്റർ 18 വേഴ്സ് 37, 37-ാമത്തെ വാക്യം. ആ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. അതിനായി വന്നുമിരിക്കുന്നു. രണ്ടു കാര്യം തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി വന്നുമിരിക്കുന്നു. ജനിച്ചു എന്ന് പറയുമ്പോൾ തന്റെ മനുഷ്യത്വം കാണിക്കുന്നത്. മനുഷ്യത്വം. യേശു മനുഷ്യനായിട്ട് ജനിച്ചു. അതിനായി വന്നു എന്ന് പറയുമ്പോൾ വന്നതാരാ? ഉണ്ടായിരുന്നയാളാ. തന്റെ ദൈവത്വത്തെ കാണിക്കുക. ഒന്നുകൂടി പറയാം. സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ ജനിച്ചത് ഇല്ലായിരുന്നവനാ. അവൻ ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? മനുഷ്യത്വമില്ലായിരുന്നു. മനുഷ്യനായിട്ട് ജനിച്ചു. വന്നതാരാ? വന്നത് ഉണ്ടായിരുന്നവനാ. അവൻ ദൈവമായിരുന്നു. ആ ദൈവത്വത്തോടുകൂടിയാണ് വന്നത്. വന്നപ്പോൾ അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമായിരുന്നു. എന്തിനു വേണ്ടിയാ? സത്യത്തിന് സാക്ഷി നിൽപ്പാൻ വേണ്ടി. കർത്താവ് കഷ്ടപ്പെട്ട് കള്ളം പറയാതിരുന്നതല്ല. ആണോ? അല്ല. തനിക്ക് കള്ളം പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. കാര്യം പാപം ലെവലേശം തന്നിലില്ല. താൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നവനാ. അത് മാത്രമല്ല, താൻ ഒരിക്കൽ പറയുണ്ടായി, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു. അതാ പെർസോണിഫിക്കേഷൻ. തന്റെ വ്യക്തിത്വത്തെ കാണിക്കുന്നതാ. ഞാൻ സത്യമാണെന്ന് പറഞ്ഞ കർത്താവ് സത്യത്തിന് സാക്ഷി നിൽപ്പാൻ വന്നു. ഈ രണ്ട് വാക്കുകൾ ചേർത്ത് നമുക്ക് ചിന്തിക്കാം. അതായത് വിശ്വസ്ത സാക്ഷിയും സത്യവാനും. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. അവൻ വിശ്വസ്തനാണ്, സത്യവാനാണ്. നാം അവന്റെ മക്കളായതുകൊണ്ട് ഈ രണ്ട് സ്വഭാവങ്ങൾ നാം നിർബന്ധമായിട്ട് പാലിക്കണം. നാം വിശ്വസ്തരായി ജീവിക്കണം, സത്യമായിട്ട് മുമ്പോട്ട് പോകണം, സത്യമേ സംസാരിക്കാവൂ, സത്യമായിട്ട് ഇടപെടാവൂ. പൗലോസ് വിശ്വാസികളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ സത്യം സംസാരിച്ചുകൊണ്ട്, ആ വാക്യം കൃത്യമായിട്ട് എങ്ങനെയാ? ക്രിസ്തുവും തലയോളം വളരുന്നത് എങ്ങനെയാ? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവും തലയോളം. സത്യം സംസാരിക്കണമെന്ന് മാത്രമല്ല പൗലോസ് പറഞ്ഞത്, പിന്നെ സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ സ്നേഹവും വേണം, പിന്നെ സത്യവും വേണം. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ സ്നേഹം വെളിപ്പെടുത്തുന്നവരാ. ആ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ തന്നെ സത്യം മറച്ചു വെച്ച് സംസാരിക്കുന്നവരാ. ചിലപ്പോൾ സത്യം തുറന്നു പറയുമ്പോൾ സ്നേഹമില്ലാതെ പറഞ്ഞോളേ കേൾക്കുന്നവർക്ക് ഹൃദയത്തിന് തകർച്ച ഉണ്ടായിപ്പോ, ഭാരം ഉണ്ടായിപ്പോ. ഇപ്പൊ രണ്ടും വേണം. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, സ്നേഹം മറച്ച് സത്യം പറയരുത്, സത്യം മറച്ച് സ്നേഹവും പറയാൻ പാടില്ല. ഉദാഹരണമൊക്കെ പറയാൻ മനസ്സ് വരുന്നു, നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ മുമ്പോട്ടൊക്കെ പോവുകയാണ്.
അങ്ങനെ സംഭവിച്ച ചരിത്രങ്ങളും ബൈബിളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസ്തതയും സത്യവും ഒരുപോലെ പാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. കർത്താവ് ഇവരെ പരിചയപ്പെടുത്തുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്ന് പറയാൻ കാരണമുണ്ട്. താൻ ചില കാര്യങ്ങൾ ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുഖത്ത് നോക്കി പറയാൻ പോവാ കർത്താവ്. പറയുമ്പോൾ താൻ പറയുന്നത് ഞാൻ ആരെന്നറിയാമോ, ഞാൻ വിശ്വസ്തനും സത്യവാനും. അതുകൊണ്ട് നിങ്ങളോട് പറയുന്ന കാര്യം അങ്ങനെ പറയത്തുള്ളൂ, സത്യമായിട്ട് പറയത്തുള്ളൂ, വിശ്വാസമായിട്ട് പറയത്തുള്ളൂ. നിങ്ങളൊരു പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം, കർത്താവ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം, ഞാൻ പറയാൻ പോകുന്ന കാര്യം അങ്ങനെ പറയത്തില്ലായിരിക്കും എന്ന നിങ്ങളുടെ വിചാരം. നിങ്ങൾ ഏതാണ്ട് പ്രത്യേകത ഉള്ളവരാണെന്ന് നിങ്ങളുടെ വിചാരം. പക്ഷെ ഞാൻ നിങ്ങളുടെ ഉള്ള അവസ്ഥ തുറന്നു പറയാൻ പോകുക. അതാണ് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ താനൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. തന്റെ പേരിന് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ആ വാക്ക്? അല്ലല്ല, സത്യവാനുമായ. അത് വായിച്ചു അത് തന്നെ പറഞ്ഞു. ദൈവസൃഷ്ടിയുടെ ആരംഭം. അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ളൊരു വാക്യമാണ്. യേശുക്രിസ്തു സൃഷ്ടിയുടെ ആരംഭമാണെന്നും അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വാസ്തവത്തിൽ അതിന്റെ ഒറിജിനൽ ഭാഷയിൽ അതിന്റെ അർത്ഥം ആരംഭം എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്നാണ്, മുഖാന്തരം എന്നാണ്. അത് വ്യക്തമായ തെളിവുകൾ നമുക്ക് ബൈബിളിൽ വേറെ ഉണ്ട്. ഒന്ന് രണ്ട് വാക്യം വായിച്ചു പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവിടെ ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യം വായിച്ചു. വേഴ്സ് 3 ഉണ്ടായിരുന്നു. 3-ാം വാക്യം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആദിയിൽ ദൈവം ആകാശഭൂമിയും ആ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ആദിയിലെ സൃഷ്ടിയാണ്. അത് മുതൽ സൃഷ്ടി എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് മുതൽ യേശുക്രിസ്തുവിന് അതിൽ പങ്കുണ്ട്. മുമ്പ് ഇവിടെ പറഞ്ഞാണെന്നാണ് എന്റെ ഓർമ്മ. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി 1:1 ആ ദൈവം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചനത്തിലാണ്. ബഹുവചനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം അങ്ങനെയാണ്. 1 കഴിഞ്ഞ് 2 മുതൽ ബഹുവചനമല്ല, 2ന് ദ്വിവചനം എന്ന് പറഞ്ഞ് ഡ്യുവൽ എന്ന് പറയും. 3 മുതലാണ് ബഹുവചനം. നമ്മൾ 1ന് ഏകവചനം ഒന്നും, 2 മുതൽ ബഹുവചനം എന്നും പറയും, സിംഗുലർ പ്ലൂറൽ എന്ന് പറയും. അവിടെ അങ്ങനെയല്ല. എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, സിംഗുലർ, ഡ്യുവൽ ആൻഡ് പ്ലൂറൽ അങ്ങനെയാണ്. ആ ആദിയിൽ ദൈവം എന്ന വാക്ക് ബഹുവചനത്തിലാണ്. അപ്പോൾ അത് ആരെക്കുറിച്ചാണ്? പിതാവാം ദൈവം, പുത്രനാം ദൈവം, ആത്മാവാം ദൈവം. കർത്താവായ യേശുക്രിസ്തു ആദിയിൽ ആ സൃഷ്ടിയിൽ അവിടെ ഉണ്ട്, അവൻ ഉണ്ടായിരുന്നവനാണ്. അത് വളരെ വ്യക്തമാണ്. പിന്നെ നമുക്കറിയാവുന്ന വാക്യം വായിക്കേണ്ട. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാകട്ടെ അധികാരമാകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞത് അത് സോഴ്സ്, മുഖാന്തരം എന്ന പറഞ്ഞതിന്റെ ആശയം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആമേൻ എന്ന് പേരുള്ളവൻ. ആമേൻ എന്ന് പേരുള്ളതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒരു പേരാണ്. കർത്താവിന്റെ ഒരു പേരാണ്. ഈ ആമേൻ എന്ന് പേര് വരാൻ കാര്യം എന്താ? നമ്മളൊക്കെ സാധാരണ ആമേൻ പറയുന്ന എപ്പോഴാണ്? അവസാനം അല്ലേ? പ്രാർത്ഥന കഴിയുമ്പോഴാണ്. നമ്മൾ പറയത്തുമില്ല. അതിന് പല കാരണമുണ്ട്, ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ചിലരുടെ പ്രാർത്ഥന നീണ്ടുപോകേണ്ടതുണ്ട്. അതൊക്കെ കിടക്കട്ടെ, അപ്പോൾ സാരമില്ല. നമ്മൾ ഞാൻ ചിലപ്പോൾ മനഃപൂർവ്വം ആമേൻ പറയാത്ത ചില പ്രാർത്ഥനയുണ്ട്. അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചിലർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതും ഉപദേശപരമായ കാര്യം യോജിക്കാൻ കഴിയാത്ത പേരിലുമായിരിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം ആമേൻ പറയത്തില്ല. അത് ഇതിനെക്കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ആമേൻ പറയുന്നത് അവസാനമാണ്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞതല്ല, ഞാനും സംഭവിച്ചിരിക്കുന്നു, ഞാനും ഏറ്റിരിക്കുന്നതിന്റെ അർത്ഥം. കർത്താവ് ആമേൻ പറഞ്ഞ എപ്പോഴാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമാണ്. നിക്കോദെമോസിനോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഇത് വീണ്ടും ജനിക്കണം. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ആദ്യം ആമേൻ പറയും. ആമേൻ ആമേൻ, ഞാൻ ഒരു സത്യം പറയാം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും വളരെ
അപ്പൊ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് കർത്താവ് ആദ്യമേ ആമേനങ്ങ് പറയും. എന്താ കാരണം എന്നറിയാമോ? താൻ പറയാൻ പോകുന്ന കാര്യം വിശ്വസ്തമായ സത്യമാണ്, തനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരിക്കലും സോറി പറയേണ്ടി വരത്തില്ലെന്ന് തനിക്കറിയാം. താൻ പറയുന്നത് വ്യക്തമായിട്ട് ദൈവിക പദ്ധതിയാണ് പറയാൻ പോകുന്നത്, ദൈവിക വാക്കാണ് പറയാൻ പോകുന്നത്, വാഗ്ദത്തം പറയാൻ പോകുന്നത്, വചനം പറയാൻ പോകുന്നത്. താൻ പറയുന്ന കാര്യത്തിന് ഒരു കാരണവശാലും തിരുത്തി പറയേണ്ട ആവശ്യമില്ലെന്നുള്ള കാര്യം തനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് താൻ എപ്പം അത്യാവശ്യ കാര്യം പറഞ്ഞാലും നമുക്കറിയാമല്ലോ, എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവ് ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ആദ്യം ആമേൻ പറയും. അവൻ വിശ്വസ്തനാ, സത്യവാനാ, വാക്ക് മാറാത്തവനാ, വാക്കിന് വ്യത്യാസമില്ലാത്തവനാ. നാം നേരെ തിരിച്ചു പോകാം. കർത്താവ് പറയുക, ഞാൻ അങ്ങനെയുള്ളവനാ. ഞാൻ ആരാ? ഞാൻ വിശ്വസ്തനാണ്, ഞാൻ സത്യവാനാണ്, ഞാൻ സൃഷ്ടാവാണ്, ഞാൻ ആമേനാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളോടേക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ സഭയ്ക്ക് എത്രമാത്രം ഭയത്തോടെ അവരത് കേൾക്കാനായിട്ട് പോകുന്നറിയാവും. കർത്താവ് ഓരോ സഭയോട് പറയുമ്പോഴും ആ സഭയുടെ ആവശ്യമനുസരിച്ചാണ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നതെന്ന് നമ്മൾ പലപ്പോഴും ഓർത്തു. അതുപോലെയാണ് ഈ കാര്യവും വെളിപ്പെടുത്തുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അതിന്റെ അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം, വേഴ്സ് 15, 3:15. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്തെന്തുവാ? ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളയും. ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവം, അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാന. ഇത് അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ചരിത്ര ഓർമ്മയുണ്ടല്ലോ, ഹിരപ്പൊയിലിൽ നിന്ന് ആരംഭിക്കുന്ന ചൂട് ഉറവയും കൊലോസ്യയിലെ തണുത്ത ഉറവയും കൂടെ ഒന്നിച്ചേരുന്ന സ്ഥലമാണ് ലവോദിക്ക. അതൊരു സംഭരണിയായി സൂക്ഷിച്ചിട്ട് കൃഷിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അവർക്കറിയാം ഈ ചൂടും തണുപ്പുമല്ലാത്ത രണ്ടും കൂടെ ചേർന്ന വെള്ളത്തിന്റെ പ്രത്യേകത അവർക്കറിയാം. അത് കുടിക്കാൻ കൊള്ളത്തില്ല. അത് കുറച്ച് ശേഖരിച്ച് വെച്ചിട്ട് കുറെ കഴിയുമ്പം കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? നീ ചൂടുള്ളവനുമല്ല തണുപ്പുള്ളവനുമല്ല. വിശ്വാസികൾക്ക് യോജിക്കാത്തൊരു കാര്യമായത്. ഞാൻ 1-2 ഉദാഹരണം നമുക്ക് നോക്കാം. ഈ ചൂടിന്റെ തണുപ്പിന്റെ കാര്യം ലൂക്കോസ് സുവിശേഷം 24 അധ്യായം നോക്കിക്കേ. ലൂക്ക് ചാപ്റ്റർ 24:32, 24-ാമത്തെ വാക്യം. അവിടെ കർത്താവ് എമ്മൗസിലേക്ക് പോകുമ്പോൾ ആ ശിഷ്യന്മാരോട് സംസാരിച്ച ശേഷം അവർക്കുണ്ടായ അനുഭവം അവർ പറയാണ്. ലൂക്കോസ് 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ? ചൂട് പിടിച്ച ഒരു ഹൃദയം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം. ഇത് വിശ്വാസികൾക്ക് ആവശ്യമാണ്. വിശ്വാസികൾ ആ കാര്യത്തിൽ ഗൗരവത്തോടെ കാണേണ്ടതാണ്. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, കർത്താവിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുമ്പോൾ ഹൃദയത്തിന് ചൂട് പിടിച്ച അനുഭവം ഉണ്ടാകണം. ആ അനുഭവം നമുക്കുണ്ടായാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും, സൂക്ഷിച്ചു പോകാൻ സാധിക്കും. അപ്പൊ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് സാധിക്കും. എന്നാൽ മറുഭാഗത്ത് ഈ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായിട്ടും അന്ത്യകാല ലക്ഷണമായിട്ട് കർത്താവ് പറയുമ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട് മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ. അവിടെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ മറുപടിയാണ് 24-ാം അധ്യായം മുഴുവനും. ആ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി 3-4 സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുക. നമുക്കൊരു വാക്യം മാത്രം വായിക്കാം. അതിന് 12-ാമത്തെ വാക്യം, മാത്യു 24:12. തണുത്തു പോകുന്നു. അപ്പോൾ സ്നേഹത്തിന് വാസ്തവത്തിൽ എന്തുണ്ട്? ചൂടുണ്ട്. സ്നേഹത്തിന് ചൂടുണ്ട്. ആ ചൂടെന്ന് പറയുന്നത് ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ, യേശുവിനെ കർത്താവ് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിച്ച് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുക. ആ സ്നേഹം നമ്മൾ പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ അധർമ്മം പെരുകുമ്പം സ്നേഹം തണുത്തു പോകും. അപ്പോൾ ചൂട് പിടിച്ച ഒരു ഹൃദയമുണ്ട്. അതേ വിശ്വാസിക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാകാം, തണുത്ത ഹൃദയവും ഉണ്ടാകാം. ജീവിതത്തിൽ അധർമ്മം ഉണ്ടായാൽ, ധർമ്മമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, അകൃത്യമുണ്ടായാൽ, കൃത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൽ, യോഗ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, ഇതെല്ലാം അർത്ഥത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം അതിന്റെ അർത്ഥം എന്നറിയാമോ? അഗൻസ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്നേഹം തണുത്തുപോകും. ആരോടുള്ള സ്നേഹമാണ്? ദൈവത്തോടുള്ള സ്നേഹം തണുത്തുപോകും. അതും ഹൃദയത്തിൽ അനുഭവപ്പെടും. ദൈവത്തിൽ അത് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ചൂടുള്ള ഒരു ഹൃദയം, അതെത്ര സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ സ്നേഹം തണുത്തുപോയാൽ
അധർമ്മം ചെയ്താൽ, അകൃത്യം ചെയ്താൽ, അയോഗ്യമായി ചെയ്താൽ ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയി എന്ന അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ മനുഷ്യരോടുള്ള സ്നേഹവും തണുത്തു പോകും. അപ്പൊ ഇത് നമുക്കുണ്ടാകാൻ പാടില്ല. ഇത് ഉണ്ടാകാം, സാധാരണഗതിയിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയുള്ള ചൂട് പിടിച്ച ഹൃദയവും തണുത്ത ഹൃദയവും. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ അവസ്ഥ എന്തുവാ? ചൂടാണോ? അല്ല. തണുപ്പാണോ? അല്ല. ഇവരുടെ അവസ്ഥ എന്തുവാ? ശീതോഷ്ണമായ എന്ന അവസ്ഥ. ശീതോഷ്ണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ചൂട് പിടിച്ചിരിക്കുന്ന ഹൃദയത്തിലുള്ളവർക്ക് അതറിയാം. അതനുസരിച്ച് അവർ സന്തോഷമായിട്ട് മുൻപോട്ട് പോകും. തണുത്ത ഹൃദയമാണെങ്കിൽ അതും ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കി മുൻപോട്ട് പോകും. ഇവരങ്ങനെയല്ല. ഇവർക്ക് എന്തുവാ? ശീതോഷ്ണാവസ്ഥയാണ്. അതുകൊണ്ട് അവർക്ക് രണ്ടിനെ കുറിച്ച് ബോധ്യമില്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്, അതായത് സ്വയ തൃപ്തിയാണ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ചൂടുമില്ല, തണുപ്പുമില്ല, ഞങ്ങൾ പെർഫെക്റ്റായിട്ട് പോകുന്നു എന്നാണ് അവരുടെ ധാരണ. ഇവിടെയാണ് കർത്താവ് ഇടപെടുന്നത്. കർത്താവ് പറയുന്നത്, നീ ശീതവാനായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു, നീ ഉഷ്ണവാനാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു, പക്ഷെ നീ ഇത് രണ്ടുമല്ലാത്തതുകൊണ്ട് അത് ഞാൻ നിന്നോട് ശക്തമായിട്ട് ഇടപെടുമെന്ന് കർത്താവ് പറയാം. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായിട്ട് ഈ രണ്ട് നിലവാരം നമുക്കുണ്ടാകട്ടെ. അത് സാരമില്ല, ഏതാ, ചൂടുണ്ടാകട്ടെ അല്ലെങ്കിൽ തണുപ്പ് വന്നു പോകട്ടെ. തണുപ്പ് വന്നു പോയാൽ നമുക്ക് തണുപ്പ് വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ എന്തും ചെയ്യാം, പരിഹാരം ഉണ്ടാക്കാം. ഇത് ചൂടുമല്ല തണുപ്പല്ലെന്ന് കണ്ടാൽ നമുക്കത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല. നമ്മൾ തൃപ്തിയായിട്ടൊക്കെ പോകും, കുഴപ്പമില്ല എന്ന ധാരണ നമുക്ക് പോകും. ഞാൻ രണ്ട് ഉദാഹരണം പറയാം. ഒന്ന് പത്രോസിന്റെ കാര്യമാണ്. വാക്യങ്ങൾ വായിക്കാതെ തന്നെ ഞാൻ പറയാം, നമുക്കറിയാവുന്ന കാര്യം പറയാം. എല്ലാത്തിനും മുമ്പിലാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ ചാടിക്കയറി മറുപടി പറയും. കർത്താവിനെ പിടിക്കാൻ വന്നപ്പം വാളെടുത്ത് വെട്ടി, അതിന് മുമ്പില്ല, എല്ലാത്തിനും മുമ്പില്ല. അതിനാ ചൂടെന്ന് പറയുന്നത്. ചൂട്, അവനെല്ലാ കാര്യത്തിനും അവൻ ചൂടനാണ്. അപ്പോൾ തന്നെ മനഃപൂർവ്വമായിട്ട് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവൻ ആരാ? അന്നേരം തണുത്തവനാണ്. കർത്താവ് ഉയർത്തിയ ശേഷവും കർത്താവിനെ കണ്ടിട്ടും നേരിട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ടും കർത്താവിനെ ഒരു അല്പസമയത്തേക്ക് കാണാതെ വന്നപ്പോൾ കുറെ പേരെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. തണുത്തവനാ. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചൂടിന്റെ അനുഭവവും തണുപ്പിന്റെ അനുഭവവും മാറി മാറി വരുന്നു. അത് നല്ലതല്ല. ഇടയ്ക്ക് നമുക്കൊരു തണുപ്പിന്റെ അനുഭവം ഉണ്ടായാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു താഴ്ച ഉണ്ടായെന്ന് വരാം. എപ്പോഴും ഒരേ നിലവാരം ആയിരിക്കില്ല. അങ്ങനെ ബോധ്യപ്പെട്ടാൽ മടങ്ങി വന്ന് പരിഹാരം ഉണ്ടാക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. പത്രോസിനെ സംബന്ധിച്ച് മിക്കവാറും താൻ ചൂടനായിരുന്നു. അപ്പോൾ തന്നെ പല സന്ദർഭങ്ങളിലും താൻ തണുപ്പനാ. തണുപ്പെന്ന് പറഞ്ഞാൽ അതികഠിനമായിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ? പരിഹാരം ഉണ്ടാക്കി. സഹന്മാരെ കൊണ്ട് മീൻ പിടിക്കാൻ പോയിട്ട് കർത്താവോട് ചെന്ന് തന്നോട് സംസാരിച്ചു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലത് കൊണ്ടോ എന്ന് ചോദിച്ച് തന്നെ മടക്കി വരുത്തിയിട്ട് ചോദിച്ചു, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. കർത്താവേ, നീ സകലവും അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അവൻ മാനസാന്തരപ്പെട്ടു. അവന്റെ പണ്ടത്തെ കഠിനമായ ചൂടിനും കഠിനമായ തണുപ്പിനും മാറ്റം വന്നു. ആ മിതത്വം പാലിച്ച് നല്ല ഒരു ശുശ്രൂഷകനായിട്ട് മാറി. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്. തന്നെ ഉപദ്രവിക്കാൻ വന്നവരോട് പോലും ആത്മാവിൽ നിറഞ്ഞ് ശാന്തമായിട്ട് സംസാരിച്ചു. അങ്ങനെ അനേക സംഭവങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. താൻ ആ കാറ്റിൽ മെച്ചപ്പെട്ടു വന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ഒരു ആത്മീയ തീക്ഷ്ണതയിലേക്ക് വന്നു എന്ന് വരാം, ചിലപ്പോൾ താഴ്ന്ന നിലവാരത്തിൽ വന്നു എന്ന് വരാം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ നമുക്ക് യഥാസ്ഥാനപ്പെട്ട് വരുവാൻ സാധിക്കും. നാം തണുത്തു പോയെന്ന് മനസ്സിലാക്കിയാൽ യഥാസ്ഥാനപ്പെടാനായിട്ട് സാധിക്കും. അത് വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ അടുത്ത് പറയാൻ പോകുന്ന വേറൊരാളുടെ പേരാ ബിലയാം. ബിലയാം അങ്ങ് ചില സമയത്ത് അങ്ങ് ചൂടായി നിൽക്കും. ഇപ്പോഴെന്നറിയാമോ, ബാലാക്ക് തന്റെ ആൾക്കാരെ വിട്ടു, സ്വർണ്ണവും വെള്ളിയൊക്കെ ധാരാളം കൊടുത്തിട്ട് പറഞ്ഞു, നീ വന്ന് ഈ ജനത്തെ ശപിക്കണം. ബിലയാം പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെന്ന്. എത്ര ഭക്തനാണെന്നറിയാമോ. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെന്ന്. ഇത് കേട്ടാൽ വിചാരിക്കും ഇദ്ദേഹം അങ്ങ് ആത്മീയ കുളത്തിൽ അങ്ങ് തീഷ്ണകൾ നിൽക്കുന്ന ആളാണ്. അവനങ്ങ് ചൂടാൻ നിൽക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ശപിക്കാൻ വന്നപ്പോൾ ശപിക്കാൻ പറ്റുന്നില്ല. കിട്ടുന്നതൊക്കെ കിട്ടി, വീട്ടിലെല്ലാം മാറ്റി സൂക്ഷിച്ചു വെച്ചു. സ്വർണ്ണ വെള്ളിയൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചു, പ്രാർത്ഥിച്ചു. ഒരു സമയത്ത് ചൂട്, തിരിച്ചു വന്നിട്ട് ശപിക്കാൻ നോക്കുന്നു, അത് തണുപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെയും പണം കൊടുക്കുമ്പം അവന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. ശപിക്കാൻ പറ്റുമോ? അത് പറ്റുന്നുമില്ല. അനുഗ്രഹിക്കാൻ പറ്റുമോ? അത് സാധിക്കുന്നില്ല. ദൈവത്തെ വേദനിപ്പിക്കാൻ പറ്റുമോ? അതൊക്കത്തില്ല. ഈ രാജാവിനെ കൈവിടാൻ പറ്റുമോ? അതൊക്കത്തില്ല. പണവും വേണം. മനസ്സിലായോ? ചൂടും തണുപ്പും മാറി മാറി
വന്നു. ഇതൊരിക്കലും പറ്റത്തില്ല. ഇരു തോണിയിൽ കാല് വെച്ചാൽ അങ്ങെത്തത്തില്ല, ദുർഘടമായി പോകും. അവിടെ കർത്താവ് പറഞ്ഞത് 2 യജമാനന്മാരെ സഹിപ്പാൻ കഴിയത്തില്ല. അത് വിശ്വാസികൾക്ക് ഒരിക്കലും ഭൂഷണമല്ല. ബിലെയാം വിശ്വാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല. അതുകൊണ്ടല്ലയോ ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോറിന്റെ മകനായ ബിലെയാമിനെയും വാൾകൊണ്ട് കൊന്നു. അവന്റെ ജീവിതം അവിടെ അവസാനിച്ചു. അവന് മാനസാന്തരപ്പെടാൻ പറ്റാത്തതിന് കാരണം രക്ഷിക്കപ്പെടാത്തതിനായതുകൊണ്ടാണ്. പത്രോസിന്റെ മാനസാന്തരപ്പെട്ടത് രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ തണുപ്പിന്റെ അനുഭവം വന്നാലും മടങ്ങി വരുവാനായിട്ട് സാധിക്കും. കർത്താവ് പറയുന്നത്, നീ ഒന്നീ ചൂടായി ജീവിക്കേ, അല്ലെ തണുപ്പായി ജീവിക്കുക, രണ്ടായാലും കുഴപ്പമില്ല, നിനക്ക് ഒരു അവസരമുണ്ട്. നീ രണ്ടുമല്ലാത്ത അവസരമായാലോ? നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ചില വിശ്വാസികൾ പ്രവൃത്തിയിലിങ്ങനെയാണ്. ശീതോഷ്ണവാന്റെ അവസ്ഥയാണ്. ആർക്കും ഒരു ഗുണവുമില്ല, ഒരു ദോഷവുമില്ല. ആർക്കും ഗുണവുമില്ല, ഒരു ദോഷവുമില്ല. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ മാറി വരണം എന്ന് പറഞ്ഞതിന്റെ സാരം. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യുമെന്നാണ് 3:15. വായിൽ നിന്ന് ഉമ്മുകളെന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുമെന്ന് പറഞ്ഞതിന്റെ ആശയം. ഇത് നമ്മൾ വിശദീകരിക്കുമ്പോൾ ആദ്യമേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാമല്ലോ, ആ വിഷയം വിശദീകരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ രക്ഷ ഭദ്രമാണെന്നുള്ള കാര്യം കൈവിട്ട് ഒരു വ്യാഖ്യാനവും വേണ്ട. രക്ഷ ഭദ്രമാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലോ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയിലോ ഒന്നും അല്ലല്ലോ നമ്മുടെ രക്ഷ ഉറപ്പാകുന്നത്, വിശ്വാസത്താൽ മാത്രമാണ്. പിന്നെ ഉമിണ്ണുകളയും എന്ന് പറഞ്ഞതിന്റെ ആശയം എന്നാ? ചൂടുവെള്ളമാണെങ്കിൽ കുടിക്കാം, ഒരു ഉന്മേഷം കിട്ടും. വാലൊഴിച്ചപ്പോൾ നല്ല ചൂടുവെള്ളമാണ്, കുടിക്കാം, ഒരു ഉന്മേഷം കിട്ടും. വാലൊഴിച്ചപ്പോൾ തണുത്ത വെള്ളമാണെങ്കിലും ഒന്ന് കുടിക്കാം, അതിനും ഒരു ഉന്മേഷം കിട്ടും. വാലൊഴിച്ചപ്പം വാട്ടവെള്ളമാണെങ്കിലോ കറക്കാൻ തോന്നുമോ? പിന്നെന്ത് ചെയ്യും? തുപ്പിക്കളി. അതേ ഇവിടെ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഇനി അതിന് വിശദീകരണം നമുക്ക് പറയാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ചില ഉപകരണം പറഞ്ഞിട്ടുണ്ട്, പാത്രങ്ങൾ. ആ പാത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാകും. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ അവിടെ ഹീനകാര്യം എന്ന് പറയുമ്പോൾ മാന്യത കുറഞ്ഞതെന്ന് അർത്ഥം. പറഞ്ഞു, വായിച്ചു. മതി. എന്താ ഈ പറഞ്ഞതിന്റെ ആശയം? ഒരു വലിയ വീട്ടിൽ, ഇത് വാസ്തവ സഭയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്, പല പാത്രങ്ങളുണ്ട്. പാത്രം യജമാനന് പ്രയോജനമുള്ള പാത്രമായിരിക്കണം. ഓരോ പാത്രത്തിനും ഓരോ സ്ഥാനമുണ്ട്, ഉപയോഗമുണ്ട്, ബഹുമാനമുണ്ട്. അത് പാത്രം വിശുദ്ധമാണെങ്കിൽ മാത്രമേ പാത്രം യജമാനൻ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ അതിന്റെ ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിച്ചു, അല്ലെങ്കിൽ ചായ ചോദിച്ചു. പെട്ടെന്ന് ചായ ഇട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കാൻ ഒരു കപ്പ് എടുത്ത് നോക്കിയപ്പോൾ ആ കപ്പിനകത്ത് അഴുക്ക, വൃത്തിയില്ല. ധൃതിയുള്ളതുകൊണ്ട് സഹോദരന്മാർ എന്ത് ചെയ്യും? അതങ്ങോട്ട് മാറ്റിവെക്കും. പിന്നെ അപ്പുറത്തിരിക്കുന്ന ക്ലീനായിട്ടുള്ള കപ്പെടുത്ത് ചായ ഒഴിച്ച് കൊടുക്കും. പിന്നെ വന്ന് ഇതെന്ത് ചെയ്യും? പിന്നെ വന്ന് ഇത് ക്ലീൻ ചെയ്യും. അപ്പോൾ വന്നുകൂടിയ ആ വിരുന്നുകാരന് ബഹുമാനത്തോടെ കൊണ്ട് കൊടുക്കുവാനായിട്ട് ഈ കപ്പിന് ഭാഗ്യം ലഭിച്ചില്ല. കാരണം എന്നാ? അഴുക്കായിരുന്നു. കപ്പിനെ പൊട്ടിച്ചു കളഞ്ഞോ? ഇല്ല, മാറ്റിവെച്ചു. അത്രേ ആശയമുള്ളൂ. ഞാനും നിങ്ങളും കർത്താവിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന പാത്രമായിട്ട് എപ്പോഴും ഇരിക്കണമെങ്കിൽ നാം അപ്പോഴും വിശുദ്ധമായിരിക്കണം. അവൻ നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം വിശുദ്ധമായിരിക്കണം. നമ്മിൽ നിന്ന് മാറ്റുവാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവനങ്ങോട്ട് മാറ്റിവെക്കും തൽക്കാലം, എന്നിട്ട് വേറെ ആൾക്കാരെ ഉപയോഗിക്കും. അതുകൊണ്ട് യജമാനൻ എപ്പോഴാണോ എന്നെ ആവശ്യപ്പെടുന്നത് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോഴാണ് യജമാനൻ വരുന്നറിയാത്തത് കൊണ്ട് വിശ്വസ്തരായിരിക്കണം. ഈ പാത്രം മാറ്റിവെക്കുക, പാത്രം നഷ്ടപ്പെടുത്തി കളയല്ല. ഈ ഉമിണ്ണുകളെന്ന് പറഞ്ഞതിന്റെ ആശയം അത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല, അത് ഇറക്കാൻ പറ്റുന്നില്ല, അത് ആ വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കുടിച്ച് തൃപ്തിയാകാനായിട്ട് പറ്റുന്നില്ല. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി വേറെ ആരും കൂടെ പറയാം. ഈ പാത്രം ഉപയോഗിക്കും. ഇപ്പോഴെന്നറിയാമോ? നാം
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, കുറവ് ഏറ്റുപറയുമ്പോൾ അവൻ നമ്മെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹോദരിമാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ ശുദ്ധീകരണം, പാത്രശുദ്ധീകരണം. ചില പാത്രങ്ങൾ ശുദ്ധീകരിക്കാൻ സ്പോഞ്ചും സോപ്പും ഉപയോഗിച്ചാൽ മതി. ചില പാത്രം ശുദ്ധീകരിക്കാൻ ഈ പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഉപയോഗിച്ച്, സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതും കൊണ്ട് പറ്റുന്നില്ല, പിന്നെന്ത് ചെയ്യും? സ്റ്റീൽ കൂടുണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നത് പതുക്കൊന്നുമല്ല, പിന്നെ ശക്തമായിട്ടാണ്. കാരണം എന്നാ, കുറച്ച് അഴുക്ക് കട്ടി പിടിച്ചിരിപ്പുണ്ട്. ആ സ്റ്റീൽ കൂട് ഉപയോഗിച്ച് പാത്രം ക്ലീൻ ചെയ്യുമ്പോൾ പാത്രത്തിന് നിലവിളിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിലവിളിക്കുന്നത്. പറഞ്ഞ ആശയം മനസ്സിലായില്ല. കർത്താവ് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം ഉള്ളെങ്കിൽ കുഴപ്പമില്ല. കട്ടിയായിട്ട് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം ഒരുക്കരുത്. ഞാനും നിങ്ങളും അങ്ങോട്ട് സാഹചര്യം ഒരുക്കരുത്. ഒരുക്കിയാലും കർത്താവ് ക്ലീൻ ചെയ്യും. കാരണം ഈ പാത്രത്തെ നമ്മെ കളയാൻ പറ്റത്തില്ല. സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മെ കളയാൻ പറ്റത്തില്ല. ശീതോഷ്ണാവസ്ഥയിൽ നമ്മളായാൽ പോലും നമ്മെ കളയത്തില്ല. പിന്നെന്ത് ചെയ്യും? നമ്മെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണം ചിലപ്പോൾ അല്പം കഠിനവും വേദനയുമായിരിക്കും. അതിനവസരം ഉണ്ടാക്കരുത്. നമുക്ക് വേദനിക്കുമോ എന്നുള്ളത് കർത്താവിനെ സംബന്ധിച്ചൊരു വിഷയമല്ല. കർത്താവിന്റെ ആഗ്രഹം എന്തുവാ? ഉപയോഗിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കണം. ആ ലക്ഷ്യത്തിൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. ഈ കേട്ട വചനം ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് മുഖാന്തരമായി തീരട്ടെ. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നാം ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് പ്രയോജനമായി, മറ്റൊരുത്തർക്ക് പ്രയോജനമായി, ആശ്വാസമായി, ചൂടായി, തണുപ്പായിട്ടൊക്കെ ജീവിക്കാം. എങ്ങനെ വേണം ജീവിക്കാം. പക്ഷെ ശീതോഷ്ണാവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച്, കുറവുകളുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ശക്തമായിട്ട് മുൻപോട്ട് പോകുവാൻ ഈ ചിന്ത, പഠനം മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.